അപ്പോൾ ഇത് അറിഞ്ഞ അന്ന് മുതൽ എല്ലാ നിലയിലുമുള്ള സഹകരണമാണ് നടത്തിയിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെ നടത്തുകയുള്ളൂ. ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജനങ്ങളോട് എല്ലാ നിലയിലും കൂടെ നിന്നുകൊണ്ട് ആവശ്യപ്പെടും, അതേ ചെയ്യുള്ളൂ. എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരസ്യപ്പെടുത്തുകയായിരുന്നില്ല ചെയ്തത്, ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ് ചെയ്തത്. ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്, അത് ശ്രദ്ധപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൽ കോണ്ടാക്ട് ലിസ്റ്റും മറ്റുമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ കൺട്രോൾ റൂമിൽ നിന്നും സാധാരണ വിളിച്ച് ആത്മവിശ്വാസം നൽകാറുണ്ട്. കഴിഞ്ഞ നിപ്പ ഘട്ടങ്ങളിലൊക്കെ നൽകിയിട്ടുണ്ട്. അതിൽ മന്ത്രിമാരും ജനപ്രതിനിധികളൊക്കെ അവരെ വിളിക്കാറുണ്ട്. ഇത് ഇന്നലെ ഇവിടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വേണ്ടതില്ല, ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ പേഷ്യൻസിനെ വിളിക്കാനൊന്നുമല്ല, ഈ കോണ്ടാക്ട് ലിസ്റ്റ്, പേഷ്യൻസിനെ നമുക്ക് വിളിക്കാനും പറ്റില്ലല്ലോ. കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെ ഒന്ന് വിളിച്ച് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം, സർക്കാരും നമ്മളെല്ലാവരും ഒരുമിച്ചാണ്, ധൈര്യമായിരിക്കണം എന്ന് അവർ പറയുമ്പോൾ ഒരു MLAക്കും പറയാനുള്ള അവകാശമില്ലേ, മുൻകാലങ്ങളിൽ അത് ചെയ്തിട്ടില്ലേ എന്ന ചോദ്യം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഈ നമ്പറൊക്കെ വേണമെങ്കിൽ നമുക്ക് MLA ഓഫീസിലിരുന്ന് വിളിക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ, ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായുള്ളൊരു കൺട്രോൾ റൂമിൽ ഇരുന്ന് വിളിക്കുമ്പോൾ അവിടെ MLAക്കൊരു ആളുകളോട് 2-3 ആളുകളോട് സംസാരിക്കാനോ അല്ല അവർ പറയുന്നത് കേൾക്കാനോ പാടില്ല എന്നുള്ളത് ശരിയാണോ എന്നുള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത് മന്ത്രി ഓഫീസിൽ നിന്ന് പറഞ്ഞാണ്. ഞാൻ മന്ത്രിയെ ഇപ്പോൾ വിളിച്ചിരുന്നു. അപ്പോൾ മന്ത്രി ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം മന്ത്രി ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയായിട്ട് ഇപ്പോൾ സംസാരിച്ചു, DHS ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി, കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെയാണ്, മുൻകാലങ്ങളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ അടുത്ത് ദൃശ്യങ്ങളുണ്ടാവും. എന്തായാലും അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഭാഗമായി വിളിക്കുമ്പോൾ അവിടെ വേണ്ടതില്ല എന്നാണ് നിലപാടെങ്കിൽ അതിൽ വേറൊരു തർക്കം ഉണ്ടാക്കിയപ്പോൾ ഇതുപോലൊരു ഘട്ടത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പുറത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് ഇത് പടരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകും. ഇതുവരെയും ചെയ്ത പോലെ മുന്നോട്ട് പോകും. ആരും പ്രയാസപ്പെടേണ്ടതില്ല, ജാഗ്രത മാത്രം മതി, ആത്മവിശ്വാസത്തോടെ നിൽക്കണം. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ അങ്ങനെ ഇല്ല എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും പറഞ്ഞു. എന്നാൽ അന്ന് വിളിച്ച് ഫോൺ തന്ന ആളുകൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. ഞാൻ ആരെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന് ആരോഗ്യ പ്രവർത്തകർ വളരെ സിൻസിയറായി പ്രവർത്തിക്കുന്നു, ഡോക്ടർമാർ. അവരാരെയും മോശപ്പെടുത്താനൊന്നും ഞാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് മന്ത്രിയോട് ഇതൊക്കെ പറഞ്ഞാണ്. പക്ഷേ മന്ത്രി ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത നിർദ്ദേശപ്രകാരം അവരിപ്പോൾ വിളിച്ചിട്ട് വേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വേണ്ടതില്ലെങ്കിൽ വേണ്ടതില്ല. പക്ഷേ ഒരു ജനപ്രതിനിധിയുടെ ന്യായമായ അവകാശമാണ് ഇവിടെ ഹനിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. മുൻകാലങ്ങളിലൊക്കെ ചെയ്തതാണ്. നമ്മളിവരെ കൂടെ ഇരുന്ന് വിളിക്കുന്നത് കേട്ട് അവർക്കൊരു ആത്മവിശ്വാസം നൽകുന്നത് സർക്കാർ സംവിധാനത്തിന് ഗുണമാണ്. അത്രേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ മറുപടി കിട്ടിക്കഴിഞ്ഞു, വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് ഈ പ്രവർത്തനത്തിന് ഒരു തടസ്സപ്പെടുത്താനോ ഒന്നും ഞങ്ങളിപ്പോൾ തയ്യാറാവുന്നില്ല. അത് വേണ്ടതില്ലെങ്കിൽ വേണ്ടതില്ല. ബാക്കി ജനങ്ങളോട് പറയാം. എന്തായാലും നല്ല ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കണം. ആരോഗ്യവകുപ്പിൻ്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടത്. കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രഖ്യാപിക്കാത്തത് ശരിയല്ല, അത് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞു, ഇന്നും പറഞ്ഞിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടവരാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഉദ്യോഗസ്ഥർ വിളിക്കുന്നത് കേൾക്കാൻ പോലും MLAക്ക് അവകാശമില്ല. ഉദ്യോഗസ്ഥർ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആരെങ്കിലും വിളിക്കുമ്പോൾ അത് കേൾക്കാൻ, ഇപ്പോൾ ലൗഡ് സ്പീക്കറിലിട്ട് കേൾക്കാനുള്ള അവകാശം പോലും ഒരു MLAക്ക് ഇല്ല. അല്ല, അത് ഞാൻ പറഞ്ഞു. ബാക്കി ഇപ്പം നമ്മളൊരു പ്രതിഷേധം നടത്തേണ്ട സമയമല്ലല്ലോ. ഇപ്പം എല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകേണ്ട സമയമാണ്. സർക്കാർ ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു MLA ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ വേണ്ടതില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. എന്തൊക്കെയാണോ പ്രധാനപ്പെട്ട നിർണായകമാണ് കണ്ടെയ്ൻമെന്റ് സോൺ. ഈ കണ്ടെയ്ൻമെന്റ് സോൺ വേണമെന്ന ആവശ്യമായിട്ട് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, അത് നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തേണ്ട സമയമല്ലല്ലോ. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പോകേണ്ട സമയമാണല്ലോ. ഞാനൊരു വേറെ പ്രതിഷേധം അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ ഇനിയും ഇവിടെ കുത്തിയിരിപ്പ് നടത്തി ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ആളുകളൊക്കെ വന്ന് മുദ്രാവാക്യം വിളിച്ച് പോകാമല്ലോ. അതല്ലല്ലോ ശരി. ഇപ്പോൾ ഈ നിലപാടാണുള്ളത്. ബാക്കി കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ള കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ പുറത്തുനിന്ന് ഫോൺ ചെയ്ത് അവർക്ക് ആത്മവിശ്വാസം നൽകും. അവരോട് സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കൊപ്പം നിൽക്കണം
എന്ന് പറയും. സർക്കാർ ഇതിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കൊപ്പമാണ്, ആരോഗ്യ പ്രവർത്തകർക്കൊപ്പമാണ് ഞങ്ങളുള്ളത്. ഇല്ല 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 അതല്ല ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവരും ഒരുമിച്ചാണല്ലോ നിൽക്കേണ്ടത്. അങ്ങനെ നിന്ന് പോവാം. അത് അറിയില്ല. മന്ത്രി നാളെ വരാൻ സാധ്യതയുണ്ട്. അല്ല, മന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യണമെന്നുള്ള അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട്.